പണ്ട് മുതൽ എൻ്റെ ഫേവറേറ്റാണ് പാലട പായസവും പിന്നെ സേമിയ പായസവും. അതുകൊണ്ട് തന്നെ ഇക്കാക്ക ന്യൂ ഇയറിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക എന്ത് കുക്ക് ചെയ്യണമെങ്കിലും എല്ലാ സാധനങ്ങളും എടുത്ത് അടുത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പം അതിലേക്ക് നെയ്യിട്ട് അത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നപ്പം അണ്ടിപ്പരിപ്പിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അതേ നെയ്യിലേക്ക് തന്നെ മുന്തിരിയും ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇത് വെക്കൽ ഇത്തിരി റിസ്ക് ആട്ടോ. നമ്മൾ പോലെ ഉള്ളവരുണ്ടെങ്കിൽ അടുത്തുനിന്ന് പെറുക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. പ്രാവശ്യം ഞാൻ പതിവൊന്നും തെറ്റിച്ചില്ല കേട്ടോ. പയ്യന് വിഷമാവണ്ടാന്ന് കരുതി 2-3 എണ്ണം അതിൽ കഴിച്ചു. അതേ നെയ്യിലേക്ക് തന്നെ എന്നിട്ട് നമ്മൾ ചെറിയ സേമിയ വാങ്ങിച്ചേർന്ന് ആ ചെറിയ സേമിയ ഇട്ട് നല്ലപോലെ വറുത്തെടുത്തു. സേമിയ നല്ലപോലെ വറുത്തെടുത്തില്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ പായസത്തിന്. അപ്പോൾ അത് നല്ലപോലെ വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് പാനിലേക്ക് പഞ്ചസാര ഇട്ട് അത് നല്ലപോലെ ക്യാരമൽ ചെയ്തെടുത്തിട്ടാട്ടോ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ക്യാരമൽ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് രണ്ടും ഒരുപോലെ മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പാലൊഴിക്കും അതിലേക്ക്. അപ്പോൾ ചൂടുള്ള പാലാട്ടോ സാധാരണ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ചൂടില്ലാത്ത പാലായതുകൊണ്ട് ക്യാരമൽ ചെയ്ത് പഞ്ചസാര ഒന്ന് കട്ടയായി പോയിട്ടുണ്ട്. പക്ഷേ അത് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് മെൽറ്റായിട്ടുണ്ടാവും. പാലിനൊരു ലൈറ്റ് പിങ്ക് കളറും ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ സേമിയ വറുത്ത് മാറ്റി വെച്ച സേമിയ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പം അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക പിന്നെ പഞ്ചസാര മധുരത്തിനുള്ളതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് സേമിയ വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുക. മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഡ്യൂട്ടി എൻ്റെ ആട്ടോ. അത് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ ഒരു ശകലം ഉപ്പും ചേർക്കും മധുരം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു, ആർക്കും തികഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്.